I'm ready, ready, ready. പുഞ്ചിരിയുമായി ഈ വഴിയിൽ പതിയെ പോരു നീ. I'm ready, ready, ready. Every day I'm ready. ഈ വലയിൽ പതിയെ വീഴു നീ. സയൻസ് അച്ചായൻ ഓൺലൈനാണ്. ടൈപ്പ് ചെയ് അച്ചു ഡാർലിംഗ് എക്സ്ക്ലമേഷൻ മാർക്ക്. അച്ചായന് ആരാധികമാരുടെ പെറ്റ് നെയിം അച്ചു ഡാർലിംഗ്. സയൻസ് ഡാർലിംഗ്. സയൻസ് ഡാർലിംഗ് 3 എക്സ്ക്ലമേറ്റർ മാർക്ക്. ടൈപ്പ് ഉമ്മ. ടു അഞ്ജു ഇന്നത്തെ ജയത്തിന്. എന്താ അച്ചുവിന്റെ അനക്കൊന്നുമില്ലേ? ഒരു താങ്ക്സ് വന്നു. ടൈപ്പ് നമുക്കൊന്ന് കൂടണ്ടേ? ഞാൻ നിങ്ങളുടെ കൊച്ചിയിലുണ്ട്. അടുത്ത മെസ്സേജ് നോക്കട്ടെ. സെക്സി ഷോർട്സ്. വാ പപ്പയൊന്ന് കാണിക്കാം. അമ്മേ ഒരു പണി കൊടുക്കാം. നിന്റെ ഫോണിലുള്ള കളി ഇന്ന് ഞാൻ നിർത്തിത്തരാം. അച്ചായ ഇത് കണ്ടോ? ഒരു വൃത്തിയായിട്ട് അനോയിങ് മെസ്സേജ് അഞ്ജുന്റെ ഫോണില്. സെക്സി ഷോട്ട് എന്ന് പറഞ്ഞാൽ വൃത്തികേടൊന്നുമില്ല, ബ്യൂട്ടിഫുൾ ഷോട്ട് എന്നാ അർത്ഥം. നിന്റെ അമ്മ ആ പഴയ പൂജാരി അറിയാ. ശരി ശരി മോള് പൊക്കോ, എനിക്ക് പപ്പയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താണോ ഭാര്യ തന്റെ സംശയം? അല്ല, ഈ മെസ്സേജിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? SHOT എന്നല്ലേ ഷോർട്ടിന്റെ സ്പെല്ലിംഗ്. ഇതിനകത്ത് SHORT എന്നല്ലേ എഴുതിയിരിക്കുന്നത്. അതിനെന്താ, ഷോർട്സ് ആർ സെക്സി. അഞ്ജു മാച്ചിന് ഷോർട്സ് ആണല്ലോ ഇട്ടത്. അതൊക്കെ പോട്ടെ, എനിക്കൊരു സങ്കടമേ ഉള്ളൂ. നീ കുട്ടിപ്പാവാടയിട്ട് ബാസ്കറ്റ് ബോൾ കളിച്ച കാലത്ത് അതൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. എത്ര നേരമായി ശ്രീയേട്ട ഇതിന്റെ മുന്നില്? നാളെ ഇന്റർവ്യൂ ഉള്ളതല്ലേ, വന്ന് കിടക്കാൻ നോക്ക്. കമ്പ്യൂട്ടറിൽ റോസ് മൂത്തേടനെ നോക്കി എന്തേരം നേരോ ചേട്ടൻ ഇരുന്നത്. നിങ്ങൾ പഴയ പരിചയക്കാരാ? സ്കൂളിൽ എൻ്റെ ഒരു 8-10 വർഷമെങ്കിലും സീനിയറായി പഠിച്ചതാണ് അവർ. എൻ്റെ ഭഗവതി, വേണ്ടാത്ത കാര്യത്തിന് എന്താ ബുദ്ധി. ശ്രീയേട്ടന് ജോലി കിട്ടിക്കഴിഞ്ഞു. ഈ മീനയാ പറയുന്നത്. ഇന്ന് വൈകിട്ട് ശ്രീയേട്ടൻ വരുന്നത് വിജയശ്രീ ലാളിതനായി ജോയിനിങ് ലെറ്ററുമായിട്ടായിരിക്കും. കഴിഞ്ഞ തവണത്തെക്കാൾ ഇരട്ടി ശമ്പളവും. ഒരു സംശയവും വേണ്ട, അച്ചട്ട. നിന്റെ ഗോവിന്ദ കണിയന്റെ ഉറപ്പല്ലേ? സത്യം കമ്പ്യൂട്ടറിൽ VP ആയി പ്രൊമോഷൻ കിട്ടുമെന്ന് നിനക്കും നിന്റെ കണിയൻ ഉറപ്പായിരുന്നല്ലോ. എന്നിട്ട് എന്തായി? അപ്പോഴല്ല ജോലിയും പോയത്. പിന്നെ വിൽ സോഫ്റ്റ് എന്തൊരച്ചട്ട്. ഇപ്പൊ പണി പോയി 3 മാസമായി. അതെ, കുഞ്ഞിന്റെ കാതുകുത്തണം. വീട്ടുകാരുടെ സമ്മതമില്ലാതെ നമ്മൾ കല്യാണം കഴിച്ചതിന് കുഞ്ഞിന്റെ കാതുകുത്തി ഇങ്ങനെ മാറ്റി വെക്കുന്നത് ശരിയാണോ? ഇന്റർവ്യൂ ഏതായാലും ഉച്ചയോടെ കഴിയില്ലേ? ഞങ്ങൾ ആ ഗോൾഡ് മഹലിൽ വെയിറ്റ് ചെയ്യാം. ശ്രീയേട്ടൻ അങ്ങോട്ട് വന്നാ മതി. Going for take 3, 2 and 1 on air. കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള മലയാളത്തിലെ ഏക സമകാലീന വാർത്താധിഷ്ഠിത പരിപാടി ഫാമിലി ടിവിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഇന്ത്യാനെറ്റ് ചാനലിന്റെ സ്ഥാപകൻ യശശരീരനായ ലഫ്റ്റനന്റ് കേണൽ സിറിയക് മൂത്തടന്റെ ഫാമിലിയാണ്. നാഷണൽ വിമൻസ് ടെന്നീസ് ചാമ്പ്യൻ അഞ്ജു അലക്സ്, മുൻ ദേശീയ ബാസ്കറ്റ്ബോൾ താരം റോസ് അലക്സ്, സർവോപരി ഈ ചാനൽ ശൃംഖലയുടെ തന്നെ മാനേജിംഗ് ഡയറക്ടർ അലക്സ് പോൾ.
മന്ത്രിയുടെ മകൻ മന്ത്രി, സൂപ്പർ താരത്തിന്റെ മകൻ സൂപ്പർ താരം, സ്പോർട്സ് താരത്തിന്റെ മകൾ സ്പോർട്സ് താരം. മിസ്സിസ് റോസലക്സ്, കുടുംബവാഴ്ച സ്പോർട്സിലും, ശരിയല്ലേ? അതെനിക്കറിയില്ല. അഞ്ജുന് ചെറുപ്പത്തിലെ ടെന്നീസ് വളരെ ഇഷ്ടമായിരുന്നു. ഹാർഡ് വർക്ക് ചെയ്തു, വിജയിച്ചു, അത്രമാത്രം. അല്ല ജോൺ, താൻ പറഞ്ഞത് ശരിയാണ്. എന്റെ മകൾ എന്റെ ബിസിനസ് നോക്കി നടത്തണ്ടേ. അഞ്ജു ഒരു BBA സ്റ്റുഡന്റാ, അത് മറക്കരുത്. കറക്റ്റ്. ബിസിനസ് സാമ്രാജ്യം മകൾക്ക് കൈമാറാൻ തയ്യാറായി പപ്പ. സ്വന്തം കായിക പാരമ്പര്യം മകൾക്കായി ഒഴിഞ്ഞുവെച്ച് അമ്മ. എന്താണ് അഞ്ജുവിന്റെ ചോയ്സ്? പറയൂ അഞ്ജു. ബോളിപ്പോ അഞ്ജുവിന്റെ കോർട്ടിലാണ്. ബോൾ? അതിനെന്റെ കയ്യിൽ റാക്കറ്റ് ഇല്ലല്ലോ. ഇത് ഇന്റർവ്യൂ കലക്കിയല്ലേ? പിന്നെ കലക്കിയോന്ന്. മിസ്റ്റർ ശ്രീകുമാർ, നിങ്ങൾ വളരെ അനുഭവ സമ്പത്തും ക്വാളിഫിക്കേഷനും ഉള്ള ഒരാളാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ എന്നെപ്പോലെ ഒരാൾ രാജിവെക്കേണ്ടി വരും. സോറി. ഇവിടെ ക്രെഡിറ്റ് കാർഡ് പോവല്ലോ അല്ലേ? എന്നാൽ വെയിറ്റ് നോക്കി ബില്ല് തരൂ. ഇത് ഇഷ്ടായോ? ഈ കാർഡ് വർക്കാവുന്നില്ല. ഓ, ഇത് നോക്കൂ. ഇതും വർക്കാവുന്നില്ല. നീ ഇങ്ങനെ സെന്റിമെന്റൽ ആകാതെ നമുക്ക് വേറൊരു ദിവസം വരാന്നേ. ഇതിന്റെ വെയിറ്റ് നോക്കി ബില്ലിന് കുറച്ചോളൂ. അതിന്റെ ബാക്കി കാശായിട്ട് തന്നാ മതി. അക്കൗണ്ടിൽ കാശില്ല, അതാ. ഇനി നാളെ മുതൽ അമ്മയുടെ ഉണക്ക ഡയറ്റ്. ഹോ, ഓർത്തപ്പോഴേ മടുത്തു. ചാച്ചി ഇനി എന്നാ ഇങ്ങോട്ട് വരുന്നേ? റോസി, നീ എന്നാത്തിനാ ഇത്രയും പെട്ടെന്ന് ചാച്ചിക്ക് റിട്ടേൺ ടിക്കറ്റ് എടുത്ത്? അതെങ്ങനെ? ഞാൻ പെറ്റ മോക്ക് എന്നെ വേണ്ട, പിന്നെ നിങ്ങൾക്കൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? ചിലപ്പോ തോന്നും എങ്ങനെയും ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന്. പറ്റുമെങ്കിൽ നീ എനിക്ക് പരലോകത്തേക്ക് ഒരു ടിക്കറ്റ് എടുത്തതാ. ഈ അഞ്ചുകുട്ടിന്റെ പേരെടുത്ത് ആ കൊച്ചിനെ കൂടി കുളിപ്പിച്ചിട്ടേ ഞാൻ അമ്മയ്ക്ക് പരലോകത്തേക്കുള്ള ടിക്കറ്റിന്റെ കാര്യം ആലോചിക്കുന്നുള്ളൂ. അതുവരെ എന്റെ അമ്മ വീട്ടിലടയിരിക്കുന്ന ആ പുള്ളി പഠിച്ചില്ലേ, അതിന് കൂട്ടിരിക്കെ. ഇടവപ്പാതിക്ക് ഇരുണ്ടുമൂടി ആകാശത്തില് തെളിയുന്ന കൊള്ളിയാനില്ലേ, ഒരു ശബ്ദം പോലും ഇല്ലാതെ നിമിഷ നേരം കൊണ്ട് മിന്നിമറയുന്ന കൊള്ളിയാൻ. ഒരു ദിവസം അങ്ങനെ ഞാനങ്ങ് പോവും. അമ്മേ, നിങ്ങളിങ്ങനെ സെന്റിമെന്റിലാ.